ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് അതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ടാകത്തില്ല, പക്ഷേ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ഉള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലായിരുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു കുക്കറിനകത്താണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കർ നമുക്ക് ചെറിയ തീയിൽ ഈ പഞ്ചസാര അതിനകത്തുനിന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ചൂട് കെട്ടിയുള്ള കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ചീനിച്ചട്ടിക്കകത്ത് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് മെൽറ്റാക്കി കാരമലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് റെഡിയാക്കാൻ. ഇപ്പോൾ എൻ്റെ കുക്കർ നല്ല കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വളരെ ചെറിയ തീയിൽ ഇതിനെ മെൽറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു, ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അത് പതുക്കെ പതുക്കെ ഇങ്ങനെ മെൽറ്റായി വരും. അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ഞാനിതിനകത്തോട്ട് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 ഗ്രാം ബട്ടർ ഉണ്ടാവും, അത്ര ഇട്ട് കൊടുക്കുവാണ്. അപ്പം നല്ലപോലെ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്, കളറും ഒക്കെ മാറി. ഈ സമയത്ത് നമുക്കിനി തീയങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു 250 ml മിൽക്കാണിപ്പം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ മിൽക്കാണ്, തേങ്ങാപ്പാലൊന്നുമല്ല, നോർമൽ മിൽക്കാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനകത്ത് കുറച്ചൊക്കെ നമ്മുടെ കാരമലൈസ് ചെയ്തിൻ്റെ കുറച്ചൊന്ന് കട്ട പോലെ ഉണ്ടാകും, അതൊന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്ക് നൽകി കൊടുക്കാം. ഇനി ഇതിന് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മുടെ ചോറാണ്. വൈകുന്നേരമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ രാവിലെ ഉണ്ടാക്കിയ ചോറോ രാത്രി മിച്ചിരിക്കണ ചോറോ ഫ്രിഡ്ജിലിരിക്കണ ചോറോ ഏത് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് തലേദിവസത്തെ ചോറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും പഞ്ചസാര ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഞാൻ ആദ്യം ഇത്രയോ ചേർക്കുന്നുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചോറ് നമുക്ക് ഒന്ന് നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കുക്കറിലൊന്ന് 1-2 വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ അടിച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വിസിലടിപ്പിക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമാണ് വിസിലടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വിസിലൊക്കെ അടിച്ച് ഇപ്പോൾ ഇത് എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ടെക്സ്ചറൊക്കെ കണ്ടോ, ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് പൊക്കത്തിലൊക്കെ നല്ലപോലെ അതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ വന്ന് തെളിഞ്ഞ് നിൽപ്പുണ്ട്. ആവശ്യത്തിന് നീട്ടമൊക്കെ ഉണ്ട്, കുറുക്കമൊക്കെ നമ്മുടെ ഒരു പാകത്തിനായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അക്ഷരം കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി പോകുമല്ലോ. പിന്നെ ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഇതാണ് ചവ്വരി വേവിച്ചതായിരുന്നു. 2 ടേബിൾ സ്പൂൺ വേവിച്ച് വെച്ച ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നല്ലൊരു ടേസ്റ്റാണ് അതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ആവശ്യമുള്ള മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മധുരം ആവശ്യമുള്ളവർ അങ്ങനെ ചേർത്ത് കൊടുക്കും. എനിക്ക് കുറച്ചും കൂടി മധുരം വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇന്നത്തോട്ട് നമുക്ക് കുറച്ചും കൂടി പാല് ചേർക്കാം, അല്ലെങ്കിൽ ഇത് തണുത്ത് വരുമ്പോൾ കുറച്ചൊന്ന് കട്ടയായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനിപ്പോൾ 100 ml പാലും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ കളറ് നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു ടെക്സ്ചർ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പായസം റെഡിയായിട്ട് നമുക്കിനി എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്നവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ്. കളറും അതിൻ്റെ ടെക്സ്ചറും ഒക്കെ ഇപ്പം നോക്കിക്കേ, എത്ര മിനിറ്റ്, 5 മിനിറ്റ് നമ്മൾ ആ കുക്കർ അടിക്കുന്ന സമയം മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. എത്ര പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള റൈസ് ഹിർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.